ജനങ്ങളുടെ എച്ചിൽ ന്യൂനപക്ഷമായ തുലോം തുച്ഛമായ ഈ മതവിഭാഗത്തിലുള്ള മനുഷ്യരുടെ എച്ചിൽ തിന്നുന്ന ഗതികേടിലാണ് BJP ഉള്ളത്. അതാണ് അതിന്റെ തെളിവ്, അല്ല വേറൊന്നുമല്ല. ശരിക്കിരുന്ന് ആലോചിച്ചിട്ട് പറ, നിന്റെ തന്തയുടെ വകയാണോ, നിന്റെ അപ്പന്റെ മുത്തപ്പന്റെ വകയാണോ? ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹകരണത്തോടു കൂടി, ഞങ്ങളുടെ സപ്പോർട്ടോടു കൂടി കിട്ടിയ സ്വാതന്ത്ര്യം ഞണ്ണിക്കൊണ്ടിരിക്കുന്ന നാണം കെട്ട വർഗമേ, ജീവിച്ചിരിക്കുന്നതും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതിന്റെ ഉത്തരവാദികൾ ഞങ്ങളാണ്. അമ്പലത്തിൽ കയറാനുള്ള പെർമിഷൻ ഞങ്ങൾ വേണ്ടി വന്നു. സാർവത്രികമായി എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടാക്കിത്തരാൻ ഇസ്ലാമിയരുണ്ടെങ്കിൽ അത് അനുഭവിക്കാനും ഞങ്ങൾക്കറിയാം. നിന്റെ പെർമിഷൻ വേണ്ട. നീ തരുന്ന സ്വാതന്ത്ര്യമല്ല ഞങ്ങൾക്കുള്ളത്, നീ തരുന്ന ഓഫറിംഗ് അല്ല ഞങ്ങൾ കൊണ്ട് ജീവിക്കുന്നത്. അധ്വാനിച്ച വർഗമാണ്. അതുകൊണ്ടാണ് ആ സ്ട്രെങ്തനും യൂണിറ്റിയിലും കൂടെ ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഈ മുന്നോട്ട് വന്നതിനെയും ഈ യൂണിറ്റിയെയും ഈ സൗന്ദര്യത്തിനെയും ഈ പറയുന്ന സ്വത്തിനെയും ഒക്കെ കാണുമ്പോൾ നിനക്കൊക്കെ എവിടെയെങ്കിലും ഇളകുന്നുണ്ടെങ്കിലേ മാറിയിരുന്നങ്ങ് മോങ്ങി വെച്ചാൽ മതി. ചൊറിയും കുത്തിയിരിക്കുന്ന നിനക്കൊക്കെ ഈ അധ്വാനിച്ച് സമ്പാദിച്ച് ചേർത്ത് വെക്കുന്നത് കാണുമ്പോൾ കുത്തിക്കഴപ്പ്. ഞങ്ങൾക്ക് അതിൽ താഴത്തെ രോമം, വടിച്ചു കളയുന്ന രോമം മാത്രമേ ഉള്ളൂ. വഖഫ് എന്ന് പറയുന്നത് അധികാരപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അല്ലെ അവകാശപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികൾ കൊടുക്കുന്നതാണ്. സക്കാത്ത്, സദക്ക, അതാണ്. അത് നീയൊക്കെ കൊണ്ടുപോയി തന്നാൽ ഞങ്ങൾക്ക് മണ്ണാണ്. മനസ്സിലായില്ല? അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഇടപാടാണ്. ഞങ്ങൾക്കതില്ല. ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ കൊടുത്ത വസ്തുവകകൾ കട്ടുമോട്ടിച്ച് നീയൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ തിന്നോ, ആർക്കെന്ത്? ഞങ്ങൾ തരുന്നു ഞങ്ങളുടെ തുപ്പൽ, എച്ചിൽ, ഞങ്ങൾ വിട്ട വളി, ഞങ്ങൾ വിട്ട തീട്ടം, അതാണ് നിങ്ങൾ തിന്നുന്നത്. ആ തീട്ടം നീ തിന്നു. ഞങ്ങളത് അന്തസ്സായിട്ട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനമാണ്. ഇത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ മസ്ജിദുകൾ വേണം, ഇവിടെ ഹോസ്പിറ്റലുകൾ വേണം, സ്കൂളുകൾ വേണം, കോളേജുകൾ വേണം എന്ന ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ കൊടുത്ത സംഗതിയാണ്. ഇവിടെ അങ്ങനെ ഒരു മതേതരത്ത രീതി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അത് വേണ്ട. വഖഫിലേക്ക് ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ല. ദീപിന് എന്തോ മണ്ണാക്ക് എടുത്തോണ്ട് പോകും. നിങ്ങൾ എത്രത്തോളം കുത്തിക്കഴപ്പോടുകൂടി വലിച്ചെടുത്താലും അതിനേക്കാൾ ഉപരി വിത്തിൻ ഇയർ ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ എത്ര കൊള്ളയടിക്കുന്നോ അതിന്റെ 10 മടങ്ങ് കൊള്ളയടിക്കുന്ന ആ 10 മടങ്ങ് ധനം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം വിയർപ്പിന്റെ ഭാരം ഉണ്ണുന്നവരാണ് ഞങ്ങൾ. ഇരുന്ന് തിന്നുന്നതും അവിടെ പോയിരുന്ന കുത്തിത്തുള്ളല് കാണിച്ചുകൊണ്ടും നാട്ടുകാരെ ഊമ്പിച്ചും ജീവിച്ചവരല്ല ഇസ്ലാമിയർ, അധ്വാനിച്ചവരാ. ഏതിന്റെ കൂടെയും പടവെട്ടി ജീവിക്കാൻ, ഏത് സാഹചര്യത്തിലും പടവെട്ടി ജീവിക്കാൻ പ്രത്യേകിച്ച് ഇതുള്ള ആൾക്കാരാണ് ഇസ്ലാമിയർ. അവർക്കറിയാം, ജീവിച്ചോളും. ഞങ്ങളിൽ ഒരാൾക്ക് പ്രശ്നം എന്ന് പറയുമ്പോൾ ചുറ്റും നിന്നുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് അവരെ കരകയറ്റി വിടുന്നത് ഈഗോ ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരുത്തൻ താന്ന് കിടന്ന ചവിട്ടി തേക്കുന്ന നിങ്ങളുടെ വിഭാഗമല്ല ഇതെന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ ആ തെളിവ് ഇവിടെ ഉള്ളിടത്തോളം കൂടുതൽ ഞൊണ്ണയും കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട എന്നാ പറഞ്ഞേ. ഇവിടെ വന്ന് മര്യാദയ്ക്കല്ലാത്ത ഭാഷയിൽ കമന്റ് എഴുതി വെച്ചാൽ ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും നീ എന്റെ എക്സ്പെക്ട് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഇസ്ലാമികപരമായിട്ട് എന്നെ നിർത്താത്തതും. ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തോപ ചെയ്യേണ്ടി വരും.